ദീർഘമായ യുദ്ധത്തിന് തയ്യാർ എന്ന് ഇറാൻ അല്പം മുമ്പാണ് പറഞ്ഞത്. ഇറാൻ ഈ 24 മണിക്കൂറിൽ എവിടേക്കൊക്കെ ആക്രമണം നടത്തിയെന്ന് പരിശോധിക്കാം. യു എസ് എ എന്ന് പറയുമ്പോൾ പടക്കപ്പലിലേക്ക് നടത്തി ഈ പറയുന്ന F-15 വിമാനങ്ങൾ 3 വിമാനങ്ങൾ വെടിവെച്ചിട്ടു തകർത്തു എന്ന് പറയുന്ന കാര്യം. അടുത്തത് UAE-യിലേക്കാണ്. അതിനിപ്പോ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. അത് പറയുന്നത് കുവൈത്താണ്. അത് അമേരിക്കയാണ് അത് പറയുന്നത്. കുവൈത്തിന് പറ്റിയ അബദ്ധമെന്നാണ് പറയുന്നത്. കാരണം നേരത്തെ പടക്കപ്പലിലേക്കുള്ള ആക്രമണവും അമേരിക്ക സമ്മതിച്ചിട്ടില്ല. ഒരാക്രമണവും അവർ സമ്മതിച്ചു തരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്രമണങ്ങളൊന്നും സമ്മതിച്ചു തരുന്നില്ല. അപ്പോൾ USA-ക്ക് നടത്തുന്നു, UAE-യിലേക്ക് നടക്കുന്നു, സൗദിയിലേക്ക്, ഖത്തറിലേക്ക്, കുവൈത്തിലേക്ക്, ജോർദാനിലേക്ക്, ഇറാഖിലേക്ക്, ബഹ്റൈനിലേക്ക്, ഇസ്രയേലിലേക്ക്, ഒമാനിലേക്ക്, സിറിയയിലേക്ക്, സൈപ്രസിലേക്ക്, ഫ്രാൻസിന്റെ മേഖലകളിലുമുണ്ട്. ഫ്രാൻസിന്റെ വ്യോമത്താവളങ്ങൾക്കെതിരെ ഇറ്റലിയിലും അതോടെ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ സൈപ്രസിലെ വ്യോമത്താവളം ഇവിടേക്കൊക്കെ ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ ആകെ നോക്കുമ്പോൾ 14 ഇടത്തേക്കാണ്. 24 മണിക്കൂർ ആലോചിക്കണം. ഇന്നലെ 6 ഇടത്തേക്കായിരുന്നു. അപ്പോൾ ഈ ആക്രമണം എന്നുള്ളത് ഒരു സന്ദേശമാണ്, ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറില്ല എന്ന സന്ദേശം. ആ സന്ദേശം എത്രത്തോളം നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ആദ്യം അടിച്ചിടുന്ന ആക്രമണകാരി പിന്നീട് അപ്രസക്തമാവുകയും തിരിച്ചടി മാത്രം വാർത്തയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. കാരണം അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് ഇറാന്റെ തിരിച്ചടിയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് വളരെ വൈകാരികമായ വിഷയം കൂടിയുണ്ട്. 1 കോടി ഇന്ത്യക്കാർ ഈ ഗൾഫ് മേഖലയിൽ ജീവിക്കുന്നു എന്നുള്ളത്, അവരുടെ ബന്ധുക്കളുമൊക്കെയായി 1 കോടി പേരുണ്ട്. അപ്പോൾ അവരുടെ ജീവിതാവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ഗൾഫ് രാഷ്ട്രങ്ങളുടെ വിഘടിച്ചിരുന്ന ഗൾഫ് രാഷ്ട്രങ്ങളെ പോലും ഐക്യപ്പെടുത്തുന്ന രീതിയിലേക്ക്, ഇറാനെതിരെ ഐക്യപ്പെടുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നവരാണ്. സൗദിയും UAE-യും തമ്മിൽ പല കാര്യങ്ങളിലും തർക്കങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ തന്നെയും ഒന്നിക്കുകയാണ്. ഒമാൻ എല്ലാ കാലത്തും ഇറാനൊപ്പം നിന്നിരുന്ന ഒമാനെയും ആക്രമിച്ചതോടുകൂടി ഇന്നും ആക്രമിച്ചിരിക്കുന്നു ഒമാനെ. അപ്പോൾ ഒമാനും ഈ പറയുന്ന ഗൾഫ് സഖ്യത്തിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ആ സഖ്യരാഷ്ട്രങ്ങൾ, ആ സഖ്യം എന്നുള്ളത് ഇസ്രയേൽ, അമേരിക്ക, ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ എന്ന രൂപത്തിലേക്ക് ഒരു പുതിയ സഖ്യം, ഒരു വിപുലമായ സഖ്യം രൂപപ്പെടുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സഖ്യം രൂപപ്പെടുമ്പോൾ അപ്പുറത്ത് ഇറാൻ ഒറ്റയ്ക്കാണ് എന്നൊരു ഉത്തരം കൂടിയുണ്ട്. ഇറാൻ ഒറ്റയ്ക്കാണെങ്കിലും ഇറാൻ എത്രത്തോളം പൊരുതും എന്നുള്ളത് വൈകാരികമായിട്ടാണ് ഈ ആക്രമണങ്ങൾ മുഴുവൻ ഇറാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾ തുടരുന്നു. ഇപ്പോൾ മരണസംഖ്യ നോക്കുമ്പോൾ ബാക്കി എല്ലാ മരണം 1, 2, 3 എന്ന കണക്കിൽ വരുമ്പോൾ ഇറാനിലെ മരണസംഖ്യ 555 അപ്പോൾ ആ മരണസംഖ്യ എന്നുള്ളത് സാധാരണ ജനങ്ങളടക്കമാണ് കൊല്ലപ്പെട്ടിരുന്നത്. നമുക്ക് തുടക്കത്തിലെ ആക്രമണം പോലെ പിഞ്ചു കുഞ്ഞുങ്ങൾ, ബാക്കിയുള്ള കണക്ക് നമുക്കറിയില്ല. കുഞ്ഞുങ്ങൾ വേറെയും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും, നമുക്ക് ആ കണക്കറിയില്ല. ജനവാസ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണത്തിന്റെ കണക്ക് നമുക്കറിയില്ല. അപ്പോൾ ആകാശത്ത് നിന്ന് ഇങ്ങനെ തീമഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് എത്രത്തോളം ജീവനുകൾ എടുക്കും എന്നുള്ളത്, യുദ്ധം ഒന്നിന്റെയും അവസാനമല്ല, പക്ഷേ യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. എത്ര യുദ്ധങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ യുദ്ധകാലത്തിലേക്കാണോ പോകുന്നത്? ആ യുദ്ധകാലം ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ എങ്ങനെ തകിടം മറിക്കുമെന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഓഹരി വിപണികളെല്ലാം ഇടിഞ്ഞു എന്നുള്ള വാർത്തകൾ വരുന്നു. വിപണികളെ ബാധിക്കുന്നു. വിലക്കയറ്റം വരാൻ പോകുന്നു. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് രൂപയുടെ മൂല്യം കുറയുന്നു. എണ്ണ എത്രത്തോളം ഇനി എല്ലാ രാജ്യങ്ങളിലേക്ക് എത്തും എന്നുള്ള, ഈ ഹോർമുസ് കടലെടുക്ക് തൽക്കാലം തടയുന്നില്ല എന്നൊക്കെ ഇറാൻ പറയുമ്പോഴും അടുത്ത ഒരു നീക്കം എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇസ്രയേൽ ഇത് 4 ദിവസം കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ യുദ്ധം ഇപ്പോൾ ഇതാ 4 ആഴ്ചയിലേക്ക് കടക്കുമെന്ന് അമേരിക്ക പറയുകയാണ്. അപ്പോൾ 4 ആഴ്ചയിലേക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സൈനികരും കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ സൈനികർ കൊല്ലപ്പെടാൻ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടാൻ തയ്യാറായിരിക്കൂ എന്ന രൂപത്തിലുള്ള സന്ദേശം കൂടി ഡൊണാൾഡ് ട്രംപ് നൽകുന്നുണ്ട്. അപ്പോൾ ഇത് തുടരും എന്നുള്ളതാണ്. മുൻകാല യുദ്ധങ്ങളെ പോലെ തന്നെ ഇതൊന്നും അവശേഷിപ്പിക്കില്ല. ഒരു അന്തിമ തീരുമാനത്തിലേക്കും അവർക്ക് എത്തിക്കാൻ കഴിയില്ല. ഭരണമാറ്റം നിങ്ങൾ നടപ്പാക്കൂ എന്നാണ് ഇറാൻ ജനതയോട് ട്രംപ് പറയുന്നത്. ഞങ്ങൾ ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ശരിയാക്കി പോകും, നിങ്ങൾ ഭരണമാറ്റം നടപ്പാക്കൂ എന്നുള്ളതാണ്. വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഖമനേയുമായി ബന്ധപ്പെട്ട്, ഖമനേയി ഒരു ആത്മീയ നേതാവാണ്. നമ്മൾ ഇപ്പോൾ ഇറാൻ ജനത മുഴുവൻ തെരുവിലിറങ്ങുന്നതും കരയുന്നതുമായ വൈകാരികമായ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. പക്ഷേ ഖമനേയി എങ്ങനെ കൊല്ലപ്പെട്ടു? ഒരു ചോദ്യമാണല്ലോ. ഖമനേയി എങ്ങനെ കൊല്ലപ്പെട്ടു? ഖമനേയി പ്രാതലിന് ശേഷം എവിടെ യോഗം ചേരുന്നു? അവിടെ ഖമനേയിക്കൊപ്പം ആരൊക്കെയുണ്ട്? ഈ വിവരങ്ങൾ ആരാണ് ഈ ഇസ്രയേലിന് ചോർത്തിക്കൊടുത്തത്? അപ്പോൾ മൊസാദിന് കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നതിൽ ഈ ഇറാനിലെ ചില ആളുകളും ഉണ്ട് എന്നുള്ള, ആളുകളല്ല, ചിലപ്പോൾ ഒരു പ്രത്യേക സംവിധാനം തന്നെ അത് പ്രവർത്തിക്കുന്നു ഇപ്പോഴും എന്നുള്ളതാണ്. അപ്പോൾ ആ സംവിധാനം അടുത്തൊരു ഭരണത്തിലേക്ക് രൂപത്തിലുള്ള ഒരു വലിയ സംവിധാനമായി വളരുമോ? ശക്തിയായി മാറിയിട്ടില്ല. ഇല്ല, അത് നമുക്കറിയില്ല. വിമതർ എന്ന് പറയുന്ന പുറത്തേക്കൊന്നും കാണില്ല. ഈ പറഞ്ഞ വിവരം ചോർത്തി കൊടുത്തവർ എന്ന് ഇറാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വെച്ചുകൊണ്ടിരിക്കില്ലല്ലോ. മൊസാദ് അങ്ങനെയാണല്ലോ അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതേത് രൂപത്തിൽ പ്രവർത്തിക്കുന്നു? ഈ പറയുന്ന പ്രതിപക്ഷം എന്ന് പറയുന്ന സംവിധാനമൊന്നും അവിടെ ഇല്ല. അവരൊക്കെ തന്നെ വിദേശത്താണുള്ളത്. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ആരിലേക്കാണ് ഈ ഭരണ കൈമാറ്റം? ഇപ്പോൾ വെനസ്വേലൻ മോഡൽ നടപ്പാക്കാനിരിക്കുന്നു പറയുമ്പോൾ അത് സാധ്യമല്ല. വെനസ്വേലിൽ പ്രതിപക്ഷത്തെ കയ്യിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്തെ നേതാവിനെ കയ്യിലെടുക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഒരു പാവഭരണം അവിടെ സാധ്യമായിരുന്നു. ഇറാനിൽ അത് സാധ്യമല്ല. ഇറാൻ ആഗ്രഹിക്കുന്ന ഒരു കരയുദ്ധമാണ്. കരയുദ്ധത്തിലേക്ക് വന്നാൽ
അമേരിക്കയെയും ഇസ്രയേലിനെയും നന്നായി ആക്രമിച്ച് തിരിച്ചടിച്ച് ജയിക്കാനാവുമെന്നുള്ള ആത്മവിശ്വാസം ഇറാനുണ്ട്. പക്ഷേ കരയുദ്ധത്തിലേക്ക് എത്രത്തോളം അമേരിക്ക എത്തുമെന്നറിയില്ല. ആകാശയുദ്ധം തുടരുന്നു. മുഴുവൻ സംവിധാനങ്ങളും അവർ ഉപയോഗിക്കുന്നു. അതിൽ അമേരിക്കയ്ക്കും നഷ്ടമുണ്ടാകുന്ന, അമേരിക്കയിലും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന, അവിടെയും പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് അവസാനം എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ഇടപെടൽ നടത്താനാകുന്ന UN ഇപ്പോൾ അപ്രസക്തമായിരിക്കുന്നു. അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന സംവിധാനം അപ്രസക്തമായിരിക്കുന്നു. അപ്പോൾ ആര് പറഞ്ഞാൽ കേൾക്കുമെന്നൊരു ചോദ്യം അവിടെയുണ്ട്. ഇപ്പോൾ GCC രാഷ്ട്രങ്ങൾ നടത്തിയിരിക്കുന്ന പ്രതികരണം എന്നുള്ളത് കുറച്ച് കടുപ്പിച്ചാണ് ഇന്ന് യോഗത്തിന് ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. GCC രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇനിയും ഇങ്ങനെ തുടർന്നാൽ നോക്കിയിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമേരിക്കയുമായി ചേർന്ന ഒരു ഏറ്റുമുട്ടലിലേക്കാണോ അത് പോവുക എന്നുള്ളൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യമുണ്ട്. എവിടെ ഏത് രൂപത്തിൽ ഏറ്റുമുട്ടൽ നടന്നാലും നഷ്ടം നമ്മളടക്കമുള്ളവർക്കാണ്. Meet the editors.